വെൽക്കം ടു സാറാസ് കൾനറി എസ്കേപ്സ്. ഇന്ന് ഞാനൊരു മീനച്ചാറാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. കൊടുത മീനാണ് എടുത്തേക്കുന്നത്, 1 കിലോയുണ്ട്. ഇനി നമ്മൾ മീൻ മസാല തേച്ച് വെക്കാനാണ്. ഒരു ചെറിയ നാരങ്ങയുടെ നീരെടുത്തിട്ടുണ്ട്. 2 ടീസ്പൂണും മുളക് പൊടി എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട്. 2 തണ്ട് കറിവേപ്പില ചെറുതായിട്ട് മുറിച്ചിട്ട് അത് ഇടുക. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് നമ്മുടെ മീനെല്ലാം വെട്ടി തേച്ച് കഴുകി നന്നായി നുറുക്കി എല്ലാം കൂടെ എടുത്തിട്ടുണ്ട്. കറിവേപ്പില ചെറുതായിട്ട് നുറുക്കിയിട്ട് വേണം ഇടാൻ. മീൻ 1 കിലോ അതിൻ്റെ വേസ്റ്റെല്ലാം പോയിട്ട് ബാക്കി ഇത്രയും ഉണ്ട്. ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കണം, എന്നാലാണ് അതിനകത്തെല്ലാം പിടിക്കത്തുള്ളൂ. ഇനി മീനും കൂടി ഇട്ട് നന്നായിട്ട് ആ മുളകും ഉപ്പും എല്ലാം അതിനകത്ത് ഞെരടി നമ്മൾ തേച്ച് പിടിപ്പിക്കുക. ഇനി ഇത് ഒരു മണിക്കൂർ ഫ്രിഡ്ജിനകത്ത് വെക്കണം. നമ്മളിവിടെ എടുത്തേക്കുന്ന ഒരു 5-8 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. 2 കഷ്ണം കുടംപുളി ഞാൻ ചെറുതായിട്ട് ഞുറുക്കിയിട്ടുണ്ട്. വെളുത്തുള്ളി 3 കുടം വെളുത്തുള്ളിയാണ്, 10-30 എണ്ണം ഉണ്ടാവും. 3/4 കപ്പുണ്ട്. ഇഞ്ചി ഒരു 50 ഗ്രാം ഉണ്ടാവും, ആടൻ ഇഞ്ചിയാണ്. ഇഞ്ചി നമ്മൾ നന്നായി ക്രഷ് ചെയ്തിട്ടാണ് ഇടുന്നത്. വെളുത്തുള്ളി അതേപോലെയാണ് ഇടുന്നത്. എണ്ണ നമ്മൾ പാൻ എടുത്തിട്ടുണ്ട്, എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ നല്ലെണ്ണയാണ് ഒഴിച്ചേക്കുന്നത്. ഇത് ലോങ്ങായിട്ട് വെക്കാനുള്ളതുകൊണ്ട് നല്ലെണ്ണയിലാണ് നമ്മൾ ഇവിടെ വറക്കുന്നത്. ആ എണ്ണയ്ക്കകത്ത് ഇടാൻ പറ്റുക അത്രയും മീൻ ഇടുക. 1-2 ബാച്ചായിട്ട് നമുക്ക് വറുത്തെടുക്കാം. ആദ്യം നമ്മൾ തീ നന്നായി നല്ല ഫുൾ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം ആദ്യം മീൻ ഇടുന്ന സമയത്ത്. അത് കഴിഞ്ഞ് മീൻ ഒരു വിധം പരുവാകുമ്പോഴാണ് നമ്മൾ ഇച്ചിരി തീ കുറച്ച് വെക്കേണ്ടത്. അപ്പോൾ ഇത് ഇങ്ങനെ നോക്കണ ഒരുവിധം ആയിട്ടുണ്ട്. നമുക്ക് എൻ്റെ മൂപ്പ് നോക്കാം. നോക്കിയാൽ അത് ഒരുപാട് അങ്ങോട്ട് മൂത്ത് പോയാൽ അത് അലിയാൻ പ്രയാസം, നമുക്ക് കടിക്കാനൊക്കെ പ്രയാസം വരും. ചെറിയ നമ്മുടെ കൈ കൊണ്ട് നമുക്ക് ചെറുതായിട്ട് അമങ്ങുന്ന ആ പരുവാകുമ്പോൾ നമുക്ക് കോരാം. അപ്പം നമുക്ക് നോക്കാം മൂത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന്. ഉണ്ട്, ഇപ്പം ഏറെക്കുറെ ആയിട്ടുണ്ട്. കൊണ്ട് അമങ്ങുന്നുണ്ട്. ഈ പരുവാകുമ്പോൾ നമുക്ക് വറുത്ത് കോരാം. ഒരുപാട് മൂക്കാൻ പാടില്ല. ഈ പരുവം നമ്മൾ കൈ വെച്ച് അമക്കുമ്പോൾ ഒന്ന് ചെറുതായിട്ട് അമങ്ങണം, ഒരുപാട് അമങ്ങുമല്ല, ചെറുതായിട്ട്. അപ്പം നമുക്ക് കോരാം. ഇതിനകത്ത് കടന്നതുപോലെ തന്നെ. അപ്പം ഈ പരുവത്തിന് എപ്പോഴും കോരണം, അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്നെസ് ഉണ്ടാകത്തില്ല. നമ്മളിവിടെ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്. 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് ഇവിടെ ഉപയോഗിച്ചത്. നല്ലെണ്ണ ഇച്ചിരി കൂടുതൽ ഉപയോഗിച്ചുകൊണ്ട് കുഴപ്പമില്ല. എണ്ണ നമുക്ക് ആവശ്യമുള്ള എണ്ണ ഉണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ കേടാവും. അപ്പോൾ എണ്ണയുടെ ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല. 1 ടീസ്പൂൺ കടുകിട്ടിട്ടുണ്ട്. കടുകിട്ട് പൊട്ടുമ്പോൾ 1 ടീസ്പൂൺ ഉലുവ ഇട്ടിട്ടുണ്ട്. അതിട്ട് പൊട്ടുന്ന സമയത്ത് നമ്മൾ 5-6 വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്. അത് 2ആയിട്ട് മുറിച്ച് അതിടാം. വറ്റൽമുളക് ഇട്ടതിന് ശേഷം നമ്മൾ ഇനി ഇടുന്നത് കറിവേപ്പിലയാണ്. 4-5 തണ്ട് കറിവേപ്പില ഇടാം. അത് കറിവേപ്പില പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഇട്ട്, ഇഞ്ചി ഞാൻ നന്നായി ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ക്രഷ് ചെയ്തെടുക്കണം. ഇഞ്ചി നന്നായി മൂക്കേണ്ട ഒരാവശ്യമുണ്ട്.
വെളുത്തുള്ളി കുഴപ്പമില്ല, വെളുത്തുള്ളി രണ്ടായിട്ട് കീറിയിട്ടാൽ മതി. ഇനി നന്നായി മൂക്കട്ടെ. ഇഞ്ചി നന്നായി മൂത്ത് കഴിയുമ്പോൾ നമ്മളടുത്ത് മസാല ഇപ്പോൾ ഒരുവിധം മൂത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളി നന്നായി മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുളക് പൊടി ഇടാം. മുളക് പൊടി ഇവിടെ ഞാൻ 5 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ടേക്കുന്നത്. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 1-2 ടീസ്പൂൺ കൂടെ ആവാം. ഞാനിവിടെ ഇച്ചിരി എരിവ് കുറച്ചാണ് ഇട്ടേക്കുന്നത്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ 1 കപ്പ് ഇവിടെ വിനാഗിരിയാണ് എടുത്തേക്കുന്നത്. അത് ആവശ്യത്തിനനുസരിച്ച് ഒഴിക്കാം. വിനാഗിരിയാണ് നമ്മളുടെ വെള്ളത്തിന് പകരം ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനൊപ്പം നമ്മൾ കുടംപുളി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്നത് അത് ഈ സമയത്ത് ഇതിനകത്ത് അതിനകത്ത് എന്തെങ്കിലും വെള്ളാംശം ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയാണ്. കുടംപുളി ഞാൻ നേരത്തെ വെള്ളത്തിലിട്ട് കുതിർത്ത് അത് കഴുകി എടുത്ത് വെച്ച നല്ല കുതിർന്ന കുടംപുളിയാണ്. കുടംപുളി ചേർക്കുന്നതനുസരിച്ച് കൊണ്ട് വിനാഗിരിയുടെ അളവ് കുറച്ച് കുറയ്ക്കണം. ഇവിടെ 1 ടീസ്പൂൺ ഉലുവപ്പൊടി ഇട്ടിട്ടുണ്ട്. ഉപ്പ് 1 ടീസ്പൂണ് ഇട്ടിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ മുളക് പിന്നെ മീനിനകത്ത് ഓൾറെഡി ഉപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി വറുത്ത് വെച്ച മീൻ എണ്ണയോട് കൂടി വറുത്ത എണ്ണയോട് കൂടിയാണ്, എണ്ണ കളയാൻ പാടില്ല, വറുത്ത എണ്ണയോട് കൂടിയാണ് നമ്മളിതിനകത്ത് ചേർക്കുന്നത്. ഇത് മസാലയും എല്ലാം മീനും കൂടെ ഇളക്കുക. ഈ സമയത്ത് നമ്മൾ കുറച്ച് വിനാഗിരി കൂടെ നമ്മളിപ്പോൾ ഒഴിക്കുക. എന്നാലാണ് ഒരു വെള്ളാംശം പോലെ ഉണ്ടെങ്കിൽ മാത്രമേ അത് ചേരത്തുള്ളൂ അതിനോട്. അപ്പോൾ നമ്മൾ വിനാഗിരിയാണ് ഇപ്പോൾ ഇവിടെ ഒഴിക്കുന്നത്. ഇവിടെ നമ്മൾ ഒരുവിധം ആയിട്ടുണ്ട്. ഇതിൻ്റെ പുളി നിങ്ങൾ നോക്കിയിട്ട് അത് വിനാഗിരി ബാക്കിയുള്ള വിനാഗിരി കൂടെ നിങ്ങൾക്ക് ഇതിനകത്ത് ചേർക്കാം. അല്ലെങ്കിൽ പുളി നിങ്ങൾക്ക് മതിയെന്നുണ്ടെങ്കിൽ വിനാഗിരി ഇനിയും ചേർക്കണ്ട. ബാക്കി എന്നാലും ഒരു 3/4 കപ്പ് വിനാഗിരി എന്താണെങ്കിലും ഇവിടെ ആക്കിയിട്ടുണ്ട്. നമ്മളിവിടെ 3/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം, ഇല്ലെങ്കിൽ അത് ഓപ്ഷണലാണ്. പക്ഷേ ചേർത്തുകൊണ്ട് കുഴപ്പമില്ല, നല്ലതാണ്. വിനാഗിരി ഞാനിവിടെ 1 കപ്പ് വിനാഗിരി മൊത്തം ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറയ്ക്കാം. അച്ചാർ നല്ല സൂപ്പർ അച്ചാറാണ്, റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾ കുപ്പിയിലാക്കിയതിന് ശേഷം കുറച്ച് നല്ലെണ്ണ കൂടെ ചൂടാക്കി അതിൻ്റെ മുകളിൽ ഒഴിക്കണം. കേടുവരാതിരിക്കാൻ വേണ്ടിയാണ്. ഒരാഴ്ചയെങ്കിലും നിങ്ങൾ വെളിയിൽ വെച്ചതിന് ശേഷമേ ഫ്രിഡ്ജിൽ വെക്കാവൂ. പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്.